ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് ബൺ മസ്ക ആൻഡ് ഇറാനി ചായ ഉണ്ടാക്കിയാലോ. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ അതിനായി ഫ്രണ്ട്സ് ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 50 ml മിൽക്ക് മെയ്ഡ്, 50 ml ഫ്രഷ് ക്രീം, ഒരു 10 ml പൈനാപ്പിൾ എസൻസ് എന്നിവ ഞാനൊരു ചെറിയ മിക്സിംഗ് ബോളിലേക്ക് ചേർത്ത് ഒരു നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി രൂപത്തിലാക്കി അല്പനേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അപ്പം അതിനുശേഷം ഞാൻ അല്പം ഇറാനി ടീ തയ്യാറാക്കുകയാണ്. ഇറാനി ടീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഏലക്കായുടെയും കറുകപ്പട്ടയുടെയും നല്ല ഫ്ലേവർ ഉള്ളതാണ് ഇറാനി ടീ. കൂടാതെ തന്നെ നമ്മൾ തിക്ക് മിൽക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഏലക്ക, അല്പം സിനമൺ ചേർത്തു. അതിനുശേഷം ഒരു 4 സ്പൂണ് തേയില ഞാൻ അതിലേക്ക് ചേർത്തു. നന്നായിട്ട് ബോയിൽ ചെയ്ത് ഞാനത് സ്ട്രെയിൻ ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ടീ റെഡിയാണ്. ഇനിയും നമ്മൾ അടുത്ത ഘട്ടം നല്ല തിക്ക് മിൽക്കും ഫ്രഷ് ക്രീമും നന്നായിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അതിന് ഞാൻ അല്പം മിൽക്ക് ചേർത്തു, തിക്ക് മിൽക്ക് ചേർത്തു. അതിലേക്ക് അല്പം ഷുഗർ ചേർത്തതിന് ശേഷം ഞാൻ അല്പം ഫ്രഷ് ക്രീം അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം അത് നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേയില, സ്ട്രെയിൻ ചെയ്ത തേയില വെള്ളം നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീ റെഡിയാണ്. നേരത്തെ തന്നെ തയ്യാറാക്കിയ ക്രീം നമുക്ക് ബണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ബണ്ണും റെഡിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബണ്ണ് നമ്മൾ ഇറാനി ടീയിൽ മുക്കി കഴിക്കുമ്പോഴാണ് നമുക്ക് ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പം ഇത് ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു നല്ല വീഡിയോ കാണാം. താങ്ക് യു വെരി മച്ച്.